ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 17 വിശുദ്ധരായ നിക്കാൻഡറും മാർസിയന്റെയും തിരുനാൾ. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് മേസിയായിലോ നേപ്പിൾസിലോ വച്ച് രക്തസാക്ഷിത്വ മകുടം ചൂടിയവരാണ് വിശുദ്ധ നിക്കാൻഡറും മാർസിയനും. ഇവർ കുറേ കാലം റോമൻ സൈന്യത്തിൽ സേവനം ചെയ്തവരാണ്. ക്രിസ്ത്യാനികൾക്ക് എതിരെ വിളംബരം പ്രസിദ്ധം ചെയ്തപ്പോൾ അവർ സൈന്യത്തിൽ നിന്ന് രാജിവച്ചു. ഇത് ഒരു കുറ്റമായി മാക്സിമൂസ് എന്ന ഗവർണറുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു. ദേവന്മാർക്ക് അർച്ചന ചെയ്യണമെന്നുള്ള ചക്രവർത്തിയുടെ നിയമം ന്യായാധിപൻ വിവരിച്ചു. കല്ലും മരവും ആരാധിക്കാൻ വേണ്ടി അമർത്യനായ ഒരു ദൈവത്തെ പരിത്യജിക്കണമെന്ന ഒരു നിയമത്തിന് സ്ഥാനമില്ലെന്നവർ പറഞ്ഞു. ഈ സമയത്ത് നിക്കാൻഡറിന്റെ ഭാര്യ ധാരിയ അരികെ നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട് ന്യായാധിപൻ അവളോട് ചോദിച്ചു, ദുഷ്ടസ്ത്രീ, നീ നിന്റെ ഭർത്താവ് മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണോ? അദ്ദേഹത്തിന്റെ മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. മരിക്കാതെ അദ്ദേഹം ദൈവത്തിൽ ജീവിച്ചു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാക്സിമൂസ് അവളെ ശാസിച്ചു, നിനക്ക് വേറൊരു ഭർത്താവിനെ വേണമല്ലേ? അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആദ്യം എന്നെ വധിച്ചുകൊള്ളുക. അവൾ പ്രതിവചിച്ചു, സ്ത്രീകളെ വധിക്കാൻ തനിക്ക് അധികാരമില്ലെന്നും ഞാൻ വിധി പ്രഖ്യാപിക്കുന്നതുവരെ അവളെ ജയിലിൽ അടച്ചിടാൻ താൻ കൽപ്പിക്കുന്നുവെന്നും ദേഷ്യത്തിൽ ന്യായാധിപൻ പറഞ്ഞു. അനന്തരം നിക്കാൻഡ്രിയയുടെ നേർക്ക് ന്യായാധിപൻ തിരിഞ്ഞു, അല്പം ആലോചിക്കുക, തനിക്ക് ജീവിച്ചിരിക്കണോ മരിക്കണോ? നിക്കാൻഡറും മാർസിയനും തങ്ങൾ ക്രിസ്ത്യാനികളാണെന്നും ആ വിശ്വാസം ഇളക്കാൻ സാധിക്കുകയില്ല എന്നും ഉറപ്പായി പ്രഖ്യാപിച്ചതും രണ്ടുപേരെയും കൊലക്കളത്തിലേക്ക് നയിച്ചു. സന്തോഷത്തോടെ കൊലക്കളത്തിലേക്ക് ഒപ്പം നടക്കുന്ന നിക്കാറിന്റെ ഭാര്യ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. മാർസിയന്റെ ഭാര്യയ്ക്ക് കരയാനേ കഴിഞ്ഞുള്ളൂ. എത്രയും വിജ്ഞാനിയായ ന്യായാധിപ, അങ്ങേക്ക് സമാധാനം എന്ന് പറഞ്ഞു തീർന്നതും ജൂൺ 17-ാം തീയതി അവരുടെ ശിരസ് ഛേദിച്ചു. അങ്ങനെ അവർ സധൈര്യരായി ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിത്വ മകുടം ചൂടി. വിശുദ്ധരെ, ഞങ്ങളെയും വിശ്വാസത്തിൽ സധൈര്യരാക്കി വളർത്തണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർ
ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.